Morning. Good morning. Start here. Today we are going to discuss another encryption algorithm, DES, Data Encryption Standard. Okay, so the data encryption standard is a block cipher encryption. Is a block cipher. So it is a block cipher encryption and it follows Feastel structure. ഇപ്പം നിങ്ങൾക്ക് എന്താ ഫീസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയാം. നിങ്ങൾക്കറിയാം ഏതൊരു അൽഗോരിതം ആയാലും ഇറ്റ് ഹാസ് ടു ഇൻപുട്ട്, പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് കീ, റൈറ്റ്? Plain text and key. So in case of DES, the plain text is 64-bit. It is a 64-bit and the key size is 56-bit. Key size is 56-bit. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ടെക്സ്റ്റിൽ കാണാം ഇറ്റ്സ് എ 64-bit എന്ന് പറയും. അതെങ്ങനെയാണ് 56 ആവുന്നത്, റെഡ്യൂസ് ആവുന്നത് പറയാം. നിങ്ങൾ ഇത്രയും പഠിക്കുക. ഇൻ കേസ് ഓഫ് DES, the plain text size is 64-bit block and key is 56. Okay, so the cipher text size എന്തായിരിക്കും? 64-bit ആയിട്ട്. Okay, so for the encryption, then decryption കേസിൽ എന്തായിരിക്കും? Reverse process, right? Cipher text 64-bit and key size is same key used, 56-bit, and we get the plain text 64-bit. Okay, very important. So ഞാൻ already പറഞ്ഞിട്ടുണ്ട്, there are two inputs to the encryption function, that is plain text and key. So plain text size is 64-bit and key size is 56-bit. Okay, then in case of DES, there are 4 phases. The first one, initial permutation and round 32-bit swap and inverse initial permutation. എന്തൊക്കെയാണ്? ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, റൗണ്ട് 32-bit swap, in inverse initial permutation. So initial permutation means just rearrange the bits. Okay, and we will get the permuted output.
permuted output. The next, rounds. Okay, here the number of round is 16 rounds. ഫസ്റ്റ് എന്താണ് 64 ബിറ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇവിടെ ജസ്റ്റ് എന്താണ് ബിറ്റിനെ റീ അറേഞ്ച് ചെയ്യും. വി വിൽ ഗെറ്റ് ദി പെർമ്യൂട്ടഡ് ഔട്ട്പുട്ട്. ആൻഡ് ദിസ് പെർമ്യൂട്ടഡ് ഔട്ട്പുട്ട് 16 റൗണ്ട്സിലൂടെ പാസ് ചെയ്യും. എല്ലാ റൗണ്ട്സും സെയിം ആയിരിക്കും. നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഓരോ റൗണ്ട്സിൻ്റെ ഓപ്പറേഷൻ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഡി എസിൻ്റെ കേസിൽ എന്താണ് ഹിയർ 16 റൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് 32 ബിറ്റ് സ്വാപ്പ് പെർഫോം ചെയ്യും. ഓരോ റൗണ്ട്സിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും കിട്ടും. ഓക്കെ, ദെൻ ഫൈനലി ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിന്ന് സ്വാപ്പ് ചെയ്യും. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്താ? ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്. Okay, and this is the overall scheme for DES encryption. നമ്മൾ ജസ്റ്റ് ഈ ഫിഗർ ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. ഞാൻ ഓരോ റൗണ്ട്സും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഒരു ഓവറോൾ കൺസെപ്റ്റ് ആണ്. സോ ഹിയർ 64 bit plain text undergo initial permutation. So initial permutation കഴിഞ്ഞാൽ ഒരു ഔട്ട് കിട്ടും. കീസ് അതിൻ്റെ സൈസ് എത്രയായിരിക്കും? 64 ബിറ്റ് ആയിരിക്കും. അഗെയിൻ നെക്സ്റ്റ് ഒരു റൗണ്ട് ഫംഗ്ഷനാണ്. ഓക്കെ, റൗണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്. ഒന്ന് ഈ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ്റെ ഔട്ടും ഒരു കീയും K1. ഓക്കെ, ദെൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഇവിടെ എന്തായിരിക്കും? ഒരു ഔട്ട് കിട്ടും. അതാണ് 64 ബിറ്റ് ഔട്ട് കിട്ടും. അഗെയിൻ സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യും. റൗണ്ട് 2 സെയിം ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യാം. ബട്ട് ഇവിടെ കീ എന്തായിരിക്കും? K2 ആയിരിക്കും. ഓക്കെ, അപ് ടു 16 റൗണ്ട്. 16 റൗണ്ടിൻ്റെ കേസിലും സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ബട്ട് കീ എന്താണ്? K16 ആയിരിക്കും കീ. ഓക്കെ, ദെൻ ഫൈനലി എന്താ? 32 ബിറ്റ് സ്വാപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. 64 ബിറ്റ് ഔട്ട് കിട്ടും. ദിസ് 64 ബിറ്റ് ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്താൽ ഫൈനലി 64 ബിറ്റ് സിഫർ ടെക്സ്റ്റ് കിട്ടും. ദെൻ ഹിയർ കീന് നോക്കാം. 64 ബിറ്റ് കീ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു 56 ആണ് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇനീഷ്യലി ഇത് 64 ബിറ്റ് കീ ആണ്. സോ ഈ 64 ബിറ്റ് കീ ഇറ്റ് പാസസ് ത്രൂ ദി പെർമ്യൂട്ടഡ് ചോയ്സ് 1. ഈ ഒരു റൗണ്ടിലേക്ക് പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന റൗണ്ടിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇവിടെ പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അവിടെ നിന്ന് എന്ത് കിട്ടും? 56 ബിറ്റ് കീ കിട്ടും. അതായത് ഇവിടുന്ന് 8 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, 8 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 56 ബിറ്റ് കീ കിട്ടും. നെക്സ്റ്റ് ഈ 56 ബിറ്റ് കീനെ ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ജസ്റ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഔട്ട് എന്തായിരിക്കും? 56 ആയിരിക്കും. 56 ബിറ്റ്. ഇനി അഗെയിൻ ഇറ്റ് പാസസ് ടു ദി പെർമ്യൂട്ടഡ് ചോയ്സ് 2. പെർമ്യൂട്ടഡ് ചോയ്സ് 2. ഓക്കെ, ജസ്റ്റ് ബിറ്റിനൊന്ന് റീഅറേഞ്ച് ചെയ്യും. ഇവിടെ എന്താണ്? ഒരു 8 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 48 സബ് കീ കിട്ടും. ഈ 48 സബ് കീ ആയിരിക്കും എന്ത്? ഫസ്റ്റ് റൗണ്ടിലെ കീ K1. ഇനി സെക്കൻഡ് റൗണ്ടിലെ K2 ഫൈൻഡ് ചെയ്യണം. ഹൗ ടു ഫൈൻഡ്? സി ഇവിടെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തതിന് എഗെയിൻ എന്താണ്? ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ഓരോ റൗണ്ടിൽ സബ് കീ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? സെയിം കീ സബ് കീ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ഇവിടുത്തെ റിസൾട്ടിന് ഒന്നും കൂടി എന്താണ്? ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ദെൻ passes to the permuted choice 2 and get the 48 bit key K2 കിട്ടും.
ഈ പെർമ്യൂട്ടഡ് ചോയ്സ് ടു ഒക്കെ സെയിം ആയിരിക്കും. ഡിഫറൻസ് എന്താണ്? സർക്കുലർ ഷിഫ്റ്റ് ആണ്. ഓരോ റൗണ്ടിൽ എന്തായിരിക്കും? ഈ കീന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. Then passes to the permuted choice 2. We will get the 48-bit subkey. Our key size, the master key എന്താ? മാസ്റ്റർ കീ നിങ്ങൾ 56 എന്ന് പഠിച്ചാൽ മതി. 56. ഇപ്പോൾ സബ് കീ ജനറേറ്റ് അല്ലേ, അവിടെ നിന്നാണ് സബ് കീ ജനറേറ്റ് ചെയ്യുന്നത്. സൈസ് 48-bit. 16 സബ് കീ ജനറേറ്റ് ചെയ്യും. Okay, 16 sub-key generating, because here the number of round is 16. So ഇതാണ് DS ന്റെ overall concept. Is it clear? Is it clear? Here key size is 56-bit and plain text 64-bit and ciphertext is 64-bit and number of rounds 16 rounds and the subkey size 48-bit, number of subkeys 16. Clear ആണോ? നിതിൻ, അഭിനന്ദ്, റിസിൻ, ആകാശ്, ദിന്ന, അനഘ, ശ്രീഷ്മ, ഫസ്റ്റ് പറഞ്ഞത് എന്താ, നമുക്ക് ഓരോ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിയർ 64-ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിന് ഫസ്റ്റ് എന്താ, ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിലാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ മീൻസ് ജസ്റ്റ് ബിറ്റിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക അല്ലേ, അതിൻ്റെ സൈസ് ഒരു പൊസിഷൻ റീഅറേഞ്ച് ചെയ്യുക. സോ ആ റീഅറേഞ്ച്മെൻറ്റിൻ്റെ ടേബിളാണിത്. ദാറ്റ് മീൻസ് ദ 58th ബിറ്റ് ആ പൊസിഷനിലുള്ള ബിറ്റായിരിക്കും ഇത് ഫസ്റ്റ് വരിക. ദെൻ 50, 42, 34, 26 ആൻഡ് 18, 10, 2. ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. നമ്മൾ മെയിനായിട്ട് ആ ഒരു ഡയഗ്രാമാണ് പഠിക്കേണ്ടത്. ആൻഡ് ദിസ് വൺ ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ്റെ ടേബിളാണ്. ഈ ഒരു ഓർഡറിലായിരിക്കും ബിറ്റിനെ റീഅറേഞ്ച് ചെയ്യുന്നത്. The next, we know that in DS there are 16 rounds, right? So ഓരോ റൗണ്ടിലെ ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ഫിഗറിൽ. ഓക്കെ, ഫസ്റ്റ് 64-bit. One minute. ഫസ്റ്റ് 64-ബിറ്റിന് എന്ത് ചെയ്യും, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗെറ്റ് ദി പെർമ്യൂട്ടഡ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് അതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 64-ബിറ്റിനെ ഡിവൈഡ് ചെയ്യും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ ഈച്ച് പാർട്ട് വിൽ ഗെറ്റ് 32-bit. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Li-1, Ri-1.
ഇവിടെ എന്താ i-1 എന്ന് വെച്ചാൽ നമ്മൾ ഓരോ റൗണ്ടിലും പ്രീവിയസ് റൗണ്ടിലെ ഔട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് l-1ഉം r- ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ റൈറ്റ് ഹാഫിനെ എക്സ്പാൻഷൻ ഓർ പെർമ്യൂട്ടേഷൻ ഓപ്പറേഷനിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇത് 32 ബിറ്റ് ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? ആഫ്റ്റർ ദിസ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ the size is 48. Okay, expansion operation കഴിഞ്ഞാൽ size എന്താണ്? 48 ആണ്, right? So this 48 ബിറ്റും 48 key ബിറ്റും കൂടി XOR ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു എല്ലാ റൗണ്ടിലും എന്താണ് ഒരു സബ് കീ ജനറേറ്റ് ചെയ്യും. ദാറ്റ് സൈസ് ഈസ് 48 ബിറ്റ്. ഇവിടുന്ന് കിട്ടിയ ഔട്ടും ഈ 48 ബിറ്റ് കീ എന്താണ് XOR ചെയ്യും. വി വിൽ ഗെറ്റ് ദി 48 അല്ലേ? രണ്ട് 48 ബിറ്റിനെ XOR ചെയ്താൽ ഔട്ട് എന്തായിരിക്കും? 48 ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് passes through the substitution box. Substitution boxൽ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ദെൻ ഇതിൻ്റെ ഔട്ട് എന്തായിരിക്കും? 32 ബിറ്റ് ആയിരിക്കും. 32 ബിറ്റ്. Okay, then this 32 bit is passes through the permutation operation. Okay, then out 32 bit ആയിരിക്കും. Here 32 bit. Then ഈ ഒരു റിസൾട്ട്, ഇതാണ് നമ്മളൊരു ഫംഗ്ഷൻ. ഈ ഒരു റിസൾട്ട് XOR with the left half, 32 ബിറ്റ് ലെഫ്റ്റ് ഹാഫ്. ഓക്കെ, അപ്പോൾ ഔട്ട് എന്തായിരിക്കും? 32 ബിറ്റ് ആയിരിക്കും. ആൻഡ് ഈ 32 ബിറ്റിന് എന്ത് ചെയ്യും? നമ്മൾ അടുത്ത റൗണ്ടിലെ റൈറ്റിലേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് ഹിയർ ഈ റൈറ്റ് ഹാഫിനെ എവിടത്തേക്ക്? അടുത്ത റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫിലേക്ക് സ്റ്റോർ ചെയ്യും, LIയിലേക്ക് സ്റ്റോർ ചെയ്യും. ഹിയർ ഇറ്റ് ഈസ് സ്റ്റോർഡ് ടു ദി RI. ഇതാണൊരു റൗണ്ട് ഫംഗ്ഷൻ. സോ മെയിൻ ആയിട്ട് ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണുള്ളത്? ഫസ്റ്റ് എക്സ്പാൻഷൻ, റൈറ്റ്? expansion, and second key mixing. That means ഇതൊന്ന് നോട്ട് ചെയ്തോ, key mixing, XOR, and third one substitution box, substitution choice, and fourth one permutation. ഇത്രയും ഓപ്പറേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്? റൈറ്റ് ഹാഫിനെ എവിടത്തേക്ക്? എക്സ്പാൻഷൻ ഓർ പെർമ്യൂട്ടേഷൻ. ഇവിടെ എന്താണ്? എക്സ്പാൻഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോക്സ് ഇങ്ങനെ ഈ ഒരു വേയിൽ നമ്മൾ ബോക്സ് വരച്ചത്. ഓക്കെ, ദെൻ ഇവിടെ XOR ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ എന്താണ്? സൈസ് റെഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ബോക്സ് ഈ ഒരു വേയിൽ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ 32 ബിറ്റ് കിട്ടും. എഗെയിൻ എന്താണ്? ഇതിനൊരു പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇവിടെ ജസ്റ്റ് ഒന്ന് സൈസ് ഒന്ന് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ബിറ്റിന് എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ഫൈനലി കിട്ടുന്ന 32 ബിറ്റിന് XOR with the left half. You will get the 32 bit. It will store the right half of the next round. Then previous roundile right half എന്താ? നെക്സ്റ്റ് റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതൊരു ഫസ്റ്റ് റൗണ്ടിലെ ഓപ്പറേഷൻ ആണ്. അപ്പോൾ എല്ലാ റൗണ്ടിലും എന്തായിരിക്കും? ഈ സെയിം ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. എവിടെയായിരിക്കും ഡിഫറൻസ്? കീയിലായിരിക്കും ഡിഫറൻസ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് സബ് കീ യൂസ് ചെയ്യും, ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് സബ് കീ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഹിയർ 56 ആണ് കീ സൈസ്, റൈറ്റ്? സോ അതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, 28 ബിറ്റ്സ് ആൻഡ് 28 ബിറ്റ്സ്. നെക്സ്റ്റ് ഈ ഒരു ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ഉണ്ടാവും. ദെൻ ഇതിനെന്ത് ചെയ്യും? ലെഫ്റ്റ് ഷിഫ്റ്റ് നടത്തും. ദിസ് ഈസ് റൈറ്റ് ഹാഫ്, ദിസ് ഈസ് ലെഫ്റ്റ് ഹാഫ്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ,
ദെൻ ഇതിനെ ആഡ് ചെയ്തിട്ട് ഒരു പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 ഇതിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അതായത് 56നെ പെർമ്യൂട്ടഡ് ചോയ്സ് 2 ഓപ്പറേഷനിലേക്ക് പാസ് ചെയ്യും. അവിടെ നിന്ന് എന്ത് കിട്ടും? 48 ബിറ്റ് സബ്ജി ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത റൗണ്ടിലെ സബ്കി ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ, ഇത് അതുപോലെ എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും? നെക്സ്റ്റ് റൗണ്ടിൽ റൈറ്റിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതെന്ത് ചെയ്യും? നെക്സ്റ്റ് റൗണ്ടിൽ ലെഫ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യും. എഗെയിൻ ഇവിടെ എന്തായിരിക്കും? ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദ റിസൾട്ട് ഈസ് പാസസ് ത്രൂ ദി പെർമ്യൂട്ടഡ് ചോയ്സ് 2. അവിടെ നിന്ന് എന്ത് ചെയ്യും? സെക്കൻഡ് കീ ജനറേറ്റ് ചെയ്യും. Is it clear? Round function. Clear ആണോ round function? Raiza. Is it clear? Okay. സോ നമുക്ക് ഈ റൗണ്ട് ഫംഗ്ഷന് DS റൗണ്ട് ഫംഗ്ഷന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓരോ റൗണ്ടിലും Li ഈസ് Ri മൈനസ് 1 ആയിരിക്കും. ആൻഡ് Ri എന്തായിരിക്കും? Li മൈനസ് 1 XOR F of Ri മൈനസ് 1 then Ki. സോ ഓരോ റൗണ്ടിൽ എന്തായിരിക്കും? ലെഫ്റ്റ് പാർട്ട് എന്തായിരിക്കും? പ്രീവിയസിലെ റൈറ്റ് പാർട്ട് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദ റൈറ്റ് പാർട്ടിൽ എന്തായിരിക്കും? ഫസ്റ്റ് റൈറ്റ് പാർട്ടും കീയും ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? XOR ചെയ്യും. XOR വിത്ത് പ്രീവിയസിലെ ലെഫ്റ്റ് പാർട്ട്, അതായിരിക്കും എന്ത്? നെക്സ്റ്റിലെ റൈറ്റ്. ഈ ഒരു ഫംഗ്ഷൻ F of Ri മൈനസ് 1 Ki, അതാണ് ഇത്, ഈ ഒരു പാർട്ട്. സോ ഇവിടെ എന്തൊക്കെ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്? ഫസ്റ്റ് എക്സ്പാൻഷൻ പെർഫോം ചെയ്യും, ദെൻ കീ മിക്സിംഗ്, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ്, ഫൈനലി പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ. ഓക്കെ ആണോ? ഞാൻ ഫസ്റ്റ് ഓപ്പറേഷൻ്റെ എക്സ്പാൻഷൻ ആണ്, റൈറ്റ് അല്ലേ? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്താ? 32 ആണ്, റൈറ്റ്? എക്സ്പാൻഷൻ്റെ ഇൻപുട്ട് 32 ആണ്. ഔട്ട് എന്തായിരുന്നു? 48 ബിറ്റ് ആണ്, റൈറ്റ്? സോ ഹിയർ ഇതാണ് എക്സ്പാൻഷൻ ടേബിൾ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ 32 ബിറ്റിന് റൈറ്റ് ചെയ്യും. 1 2 3 4 5 6 7 8 അപ് ടു 32 വരെ ഈ ഒരു ടേബിൾ ഫോമിൽ റൈറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യും. ദെൻ 1 2 4 5 ഇവിടെ എന്ത് ചെയ്യും? ഒരു കോളം നിങ്ങൾ ആഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്താ ഒരു കോളം ആഡ് ചെയ്യും. നെക്സ്റ്റ് എഴുതേണ്ടത് 1 2 3 4 ഇവിടെ 5 റൈറ്റ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എന്താ? 32 വരെയാണ് ബിറ്റ്. ഓക്കെ, 32 റൈറ്റ് ചെയ്യും. ആൻഡ് സെക്കൻഡ് റോല് 5 6 7 8 ഹിയർ 9th ബിറ്റ് റൈറ്റ് ചെയ്യും. ഹിയർ 4th ബിറ്റ് റൈറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് റോ 9 10 11 12. സോ ഇവിടെ എന്തായാലും 13th ബിറ്റ് റൈറ്റ് ചെയ്യും. ഹിയർ 8 ബിറ്റ് റൈറ്റ് ചെയ്യും. ഇതുപോലെയാണ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 4x4 ടേബിളായിട്ട് റൈറ്റ് ചെയ്യുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ എന്താ ഒരു കോളം ആഡ് ചെയ്യുക. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ കൊടുക്കുക. ഇവിടെ അതിന് ലാസ്റ്റ് വാല്യൂടെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണ്? അതിൻ്റെ പ്രീവിയസ് വാല്യൂ കൊടുക്കുക.
0 ഇല്ലാണ്ട് നമ്മളിവിടെ എന്താണ് 32 ആണ് കൊടുക്കുന്നത്. 32 ബിറ്റ് പൊസിഷനിൽ ബിറ്റ് ഏതാണോ അതാണ് ഇവിടെ റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ 32 1 2 3 4 5 4 5 6 ഈ ഒരു വേയിൽ റീഡ് ചെയ്യും. ഓക്കെ, ആൻഡ് കിട്ടി, എക്സോർ ചെയ്തു, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. റൈറ്റ്, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ്. ഓക്കെ, അതായത് ഫസ്റ്റ് 32 ബിറ്റാണ്. 32 ബിറ്റിനെ എക്സ്പാൻഡ് ചെയ്തു, എന്ത് കിട്ടും? 48 ബിറ്റ് കിട്ടും. ദിസ് 48 ബിറ്റ് ഈസ് എക്സോ വിത്ത് ദി കീ, 48 ബിറ്റ് കീ. ഫൈനൽ എന്ത് ചെയ്യും? ഈ 48 ബിറ്റ് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് 48 ബിറ്റിന് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. റൈറ്റ്, ഇതിന്റെ റിസൾട്ട് എന്താ? 32 ബിറ്റ് ആയിരിക്കും റിസൾട്ട്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൽ അഗെയിൻ ഒരു 8 ബോക്സ് ഉണ്ട്. 8 ബോക്സ്. ഇതിന്റെ ഇൻസൈഡ് ഒരു 8 ബോക്സ് ഉണ്ട്. ദെൻ ഫസ്റ്റ് ബോക്സ് കൺസിഡർ ചെയ്യുക. ഈ ഒരു ബോക്സിന്റെ ഇൻപുട്ട് എന്താ? 1 2 3 4 5 6. ഇൻപുട്ട് 6 ആണ്. ഔട്ട് എന്തായിരിക്കും? 4 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് 6 ബിറ്റ് ടു 4 ബിറ്റ് ആണ്. 6 ബിറ്റ് ടു 4 ബിറ്റ്. എല്ലാ ബോക്സിലും എന്തായിരിക്കും? ഇൻപുട്ടായിട്ട് 6 കൊടുക്കും, 6 ബിറ്റ് ഉണ്ടാകും. ആൻഡ് എല്ലാത്തിൻ്റെ ഔട്ട് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 32 ബിറ്റ് ആയിരിക്കും. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൽ 48 ബിറ്റ് പാസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് 32 ബിറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് 6 ബിറ്റിനെ 4 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഒരു ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് S1 ആണ്. ഇവിടെ 6 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ബിറ്റ് ആൻഡ് ലാസ്റ്റ് ബിറ്റ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റോ നമ്പർ. And second to fifth indicate column number. Okay, for example, first S0 ബോക്സിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ബിറ്റ് 1 1 0 0 1. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യണം, ഫസ്റ്റ് ബിറ്റും ലാസ്റ്റ് ബിറ്റും 1 1 ആണ്. 1 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇതൊരു ഒരു ബോക്സ് ഉണ്ടാവും. ആൻഡ് ദെൻ ഹിയർ സെക്കൻഡ് ബിറ്റും ഫിഫ്ത്ത് ബിറ്റും കൺസിഡർ ചെയ്ത് 1 0 0 1 കംപ്ലീറ്റ് കൺസിഡർ ചെയ്യണം. 1 0 0 1 1 0 0 1 മീൻസ് 9. നിങ്ങൾ എന്ത് നോക്കുക? തേർഡ് റോയിലെ 9th കോളത്തിലെ വാല്യൂ എന്താണോ അതായിരിക്കും എന്ത്? ഈ ഫസ്റ്റ് എസ് ബോക്സിന്റെ ഔട്ട്പുട്ട്. ഇതാണ് നിങ്ങളെ എസ് ബോക്സ്. ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഓക്കെ, S1 S2 അപ് ടു S8 ഉണ്ട്. അപ്പോൾ ഓരോ എസ് ബോക്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഓരോ കോംപ്ലക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ കേസിൽ ഏതാണെന്ന് നോക്കാം. ഇപ്പൊ തേർഡ് റോയിലെ 9th കോളാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? തേർഡ് റോയിലെ 9th കോളം ബി. ഓക്കെ, സോ ബിയുടെ ബൈനറി നമ്പർ എന്താ? 1010 ഇസ് എ, റൈറ്റ്? 1011 എന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പോൾ ഔട്ട് എന്തായിരിക്കും? 1011. ഇങ്ങനെയാണ് 6 ബിറ്റ് ടു 4 ബിറ്റ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ എസ് ബോക്സിൽ നിന്നും 4 ബിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് 32 ബിറ്റ്. നെക്സ്റ്റ് ഈ 32 ബിറ്റിനെ പെർമ്യൂട്ടേഷൻ ഓപ്പറേഷനിലേക്ക് പാസ് ചെയ്യാണ്.
ജസ്റ്റ് അവിടെ നിന്ന് എന്താ ബിറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതാണ് പെർമ്യൂട്ടേഷൻ ഫംഗ്ഷന്റെ ടേബിളാണിത്. ജസ്റ്റ് ബിറ്റിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് പുതിയ റിസൾട്ടിനെ ലെഫ്റ്റ് ഹാഫ് ആയിട്ട് എക്സോർ ചെയ്യാണ്. ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി റൈറ്റ് ഹാഫ് ഓഫ് ദ നെക്സ്റ്റ് റൗണ്ട്. ആൻഡ് ഹിയർ ഈ ഒരു ആറിന് എന്ത് ചെയ്യുന്നു, അടുത്ത റൗണ്ടിലെ എല്ലിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ബി എസിൽ എത്ര ബിറ്റ് കീ ഉണ്ട്, എത്ര ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ ഫേസസ്, ദെൻ ഈ ഒരു ഫിഗർ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓരോ റൗണ്ട് സ്ട്രക്ചർ എന്തൊക്കെ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് പഠിക്കുക. അതുപോലെ സബ് കീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൻ്റെ ഓപ്പറേഷൻസ്, ഇത്ര കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹൗ ടു ജനറേറ്റ് സബ് കീ. നിങ്ങൾക്കറിയാം 56 ബിറ്റ് മാസ്റ്റർ കീന്ന് 48 ബിറ്റ് സബ് കീ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് എന്താ 64നെ റൈറ്റ് 64നെ പെർമ്യൂട്ടഡ് ചോയ്സ് 1ലേക്ക് പാസ് ചെയ്യാം. നിങ്ങൾ കീ എന്ന് പറയുമ്പോൾ 56 പഠിച്ചാൽ മതി, ബട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം ഇറ്റ് ഇസ് എ 64 ബിറ്റ്. അവിടുന്ന് 56 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി 56, റൈറ്റ്? സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 8 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ എലിമിനേറ്റ് ദി മൾട്ടിപ്പിൾ ഓഫ് 8, അതായത് നമ്മുടെ പൊസിഷൻ ആണല്ലോ, അതിൽ 8ന്റെ മൾട്ടിപ്പിൾ ഉള്ള പൊസിഷനിലുള്ള ബിറ്റ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അതായത് 8th പൊസിഷനുള്ള ബിറ്റ് എലിമിനേറ്റ് ചെയ്യും, 16 പൊസിഷനുള്ള ബിറ്റ് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ 8 ബിറ്റ് എലിമിനേറ്റ് ചെയ്യും. ദെൻ ആഫ്റ്റർ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ആണല്ലേ, എലിമിനേറ്റ് ചെയ്യുമ്പോൾ 56 കിട്ടും, നമ്മളതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ലെഫ്റ്റ് ഹാഫ്, അതായത് ലെഫ്റ്റ് ഷിഫ്റ്റ് നടത്തും, ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തും. അങ്ങനെയാണ് ഓരോ റൗണ്ടിലും ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തുമ്പോൾ ഒരു റൂൾ ഫോളോ ചെയ്യാനുണ്ട്. ഫോർ 1 2 8 1 2 9 ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, 9th റൗണ്ട്, ഈ 3 റൗണ്ട് കേസിലും 1 ബിറ്റ് ആയിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതർ റൗണ്ട്സിൽ 2 ബിറ്റ്സ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും, ബട്ട് ദ റൗണ്ട്സ് 1 2 ആൻഡ് 9 1 bit is shifted and other rounds 2 bit is shifted. Okay, then പിന്നെ എന്താ ചെയ്യുന്നത്, പെർമ്യൂട്ടേഷൻ ചോയ്സ് 2. പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 ഇവിടെ എന്താ, here some 8 bit will be reduced. അപ്പോൾ എന്ത് കിട്ടും, 48 ബിറ്റ് സബ് കീ കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് BS എൻക്രിപ്ഷൻ. മെയിനായിട്ട് നിങ്ങൾ ഓവറോൾ സ്ട്രക്ചർ പഠിക്കുക, ഫേസസ് പഠിക്കുക, ദെൻ ഓരോ റൗണ്ടിൽ എന്താ പെർഫോം ചെയ്യുന്ന റൗണ്ട് സ്ട്രക്ചർ പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് പഠിക്കുക, ദെൻ സബ് കീ ജനറേഷൻ പഠിക്കുക. നെക്സ്റ്റ് DS ഡീക്രിപ്ഷൻ ആണ്. സോ ഹിയർ എന്തായിരിക്കും, ആ എൻക്രിപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്, അല്ലേ? ഹിയർ നമ്മൾ സിഫറിനെ പ്ലെയിൻ ടെക്സ്റ്റിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ സിഫർ ടെക്സ്റ്റ് സൈസ് 64 ബിറ്റ്, ദ സെയിം കീ അല്ലേ, കീ എന്ന് പറയുന്നത് 56 ബിറ്റ് കീ യൂസ് ചെയ്യും. നമ്പർ ഓഫ് റൗണ്ട്സ് എന്തായിരിക്കും ഇവിടെ, നമ്പർ ഓഫ് റൗണ്ട്സ് 16 ആയിരിക്കും. ഓക്കെ,
പക്ഷേ ഡിഫറൻസ് എന്താ? ഡീക്രിപ്ഷൻ്റെ കേസിൽ ഫസ്റ്റ് റൗണ്ടിലെ കീ എന്തായിരിക്കും? 6th എൻക്രിപ്ഷനിലെ ലാസ്റ്റ് സബ് കീ ആയിരിക്കും. നേരെ റിവേഴ്സ് ആണ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ആണ് സിഫർ ടെക്സ്റ്റിന്റെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. അതായത് നമ്മുടെ എൻക്രിപ്ഷന്റെ കേസിൽ ലാസ്റ്റ് പെർഫോം ചെയ്ത ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ആയിരിക്കും ഇവിടെ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് റൗണ്ടിൽ കീ എന്തായിരിക്കും? 16th സബ് കീ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് റൗണ്ടിലെ കീ എന്തായിരിക്കും? 15th സബ് കീ ആയിരിക്കും. ഓക്കെ, ദെൻ ഫൈനലി എന്ത് പെർഫോം ചെയ്യും? 32-bit സ്വാപ്പ് പെർഫോം ചെയ്യും. ദെൻ ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, അതായത് എൻക്രിപ്ഷന്റെ കേസിൽ പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ ആയിരിക്കും, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ ആയിരിക്കും എന്ത്? ഡീക്രിപ്ഷന്റെ കേസിലെ ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഇത്രയും ഓക്കെ ആണോ? DS ഓക്കെ ആണോ? നിങ്ങൾ ആ പെർമ്യൂട്ടേഷൻ ചോയ്സ് അതിന് ടേബിൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഫിഗർ മാത്രം പഠിക്കുക. ഓവറോൾ സ്ട്രക്ചർ പഠിക്കുക, DS-ന്റെ റൗണ്ട്സ് പഠിക്കുക, ദെൻ സബ് കീ ജനറേറ്റ് ചെയ്യുന്ന പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിന്റെ ആ കൺസെപ്റ്റും കൂടി നോക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടൈം ആയി. അറ്റൻഡൻസ് പ്ലീസ്.